ഞാൻ ഏകദേശം ഒരു 2.5 മാസം മുമ്പ് ആദ്യമായിട്ട് കൂർഗിലൊന്ന് പോയി. അതായത് കേരളത്തിൻ്റെ ബോർഡറാണ് കൂർഗ്. അതേപോലെ തന്നെ കർണാടകയുടെ അങ്ങ് കേരളമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഹിൽ ഏരിയയാണ് ഈ സംഭവം. അപ്പോൾ അവിടുന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു അവിടെ പോയി 4-5 ദിവസം നിന്ന് ഈ കൂർഗിനെ പറ്റിയും കൂർഗീസിനെ പറ്റിയും കടവാസ് എന്താണ് സംഭവം മനസ്സിലാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അമേരിക്കൻ ട്രിപ്പൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ പലയിടത്തും നോക്കിയിട്ട് ഈ കൂർഗീസുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കി. ചരിത്രം, ഹിസ്റ്റോറിക്കൽ സംഭവം വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം മലയാളികൾക്ക് കൂർഗ് എന്ന് കേട്ടിട്ട് കൂർഗീസിനെ പറ്റി ചിലപ്പോൾ കേട്ട് കാണാം. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കൂർഗീസ്, കടവാസ് എന്ന് പറയുന്ന ഈ സംഭവം. ചിലപ്പോൾ ഈ വീഡിയോ 2-3 പാർട്ടുകളായിട്ട് പോകും, പക്ഷേ ഇൻട്രസ്റ്റിങ്ങാണ്. ഇവരുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഏകദേശം 1-1.5 ലക്ഷം, മാക്സിമം 1.5 ലക്ഷം, അതിൽ കൂടുതൽ വരുന്നത്. കാരണം അതിൻ്റെ 1 ലക്ഷം 1.25 ലക്ഷം ആൾക്കാർ മാത്രമേ ഈ കൂർഗ് എന്ന് പറഞ്ഞ ഹില്ലേറിയ ബാക്കിയുള്ളവരെല്ലാം പല ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ ആദ്യകാലത്തെ ചരിത്രം എന്ന സംഭവം, അതിനെപ്പറ്റി അന്വേഷിച്ചു. പല ആൾക്കാരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇവർ ബേസിക്കലി ഇവരെപ്പറ്റി പറയുന്നത് അതിന് തെളിവൊന്നുമില്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അതായത് BC 325 സമയത്തൊക്കെ ജീവിച്ചിരുന്ന ഗ്രീസിൽ നിന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, കമ്മ്യൂണിറ്റി, ഇവർ ഇറാനിലോട്ട് പോകുന്നു. അവിടുന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ടവരാണ് കൂർഗിൽ വരാനുള്ള ഈ പറയുന്ന കൂർഗീസ്, അതായത് കടവാസ്. അവരുടെ ആദ്യ ആൾക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് പറയുന്ന പലരും, അത് എഴുത്തുകാരും ചരിത്രകാരും പറയുന്നുണ്ട്. മറ്റുള്ള ഒരു സംഭവം, ഇതിനകത്ത് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി മറ്റ് പല ആൾക്കാരും. ഇപ്പം ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവർ DNA എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദ്രാവിഡിയൻസ് ആണ്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടുണ്ട്. ഇപ്പം ദ്രാവിഡിയൻസ് ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും ഇവർക്ക് ഹൈന്ദവ രീതിയിലുള്ള ഡയറ്റീസും ബോർഡും ഒന്നുമില്ല. 1 ലക്ഷം ഇത്രയും പേരേ ഉള്ളൂ. ഇപ്പം ഇവർക്ക് ഈ അമ്പലങ്ങളൊന്നുമില്ല. ഇവർ ആരാധിക്കുന്നത്, അതായത് വർഷിപ്പ് ചെയ്യുന്നത് മലകളെയും വനങ്ങളെയും പുഴകളെയാണ്. അതായത് നിങ്ങൾ കേട്ട് കാണും കാവേരി സംഗമം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഫെമിലാരിറ്റി മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയായിട്ട് നോക്കുമ്പോൾ ആയുധപൂജ അതുണ്ട് അവർക്ക്. അതായത് ആയുധപൂജ സമയത്ത് ഒരു പൂജ വെക്കും. ഇന്ത്യയിലാകെ 3 കമ്മ്യൂണിറ്റിക്ക് മാത്രമേ പണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും സ്വന്തമായിട്ട് ആയുധം കൊണ്ട് നടക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യം കൊടുത്തു, പിന്നീട് അത് ഇന്ത്യ ഗവൺമെൻറ്റും അതേപോലെ കൊണ്ടുപോയി. അതിൽ തോക്ക് കൊണ്ട് കിടക്കാൻ, അതായത് ഫയർ ആംസ്, അതായത് 3 കമ്മ്യൂണിറ്റി നിങ്ങൾക്കറിയാമായിരിക്കും. ഒന്ന് സിഖുകാർ, അവർക്ക് കൃപാൻ വെക്കാം, വാള് വെക്കാം. പിന്നെ ഈ ഗൂർഖാസ്, അവർക്ക് അതേപോലെ ഗൂർഖ കത്തി വെക്കാം. അതേപോലെ കിട്ടിയിരിക്കുന്നൊരു സംഭവമാണ് ഈ പറയുന്ന കൂർഗീസിന്. അവർക്ക് ഫയർ ആംസ്, അതായത് തോക്കുകൾ അവരുടെ വീട്ടിൽ വെക്കാൻ ലൈസൻസ് വേണ്ട. അതിന് ഈ പറയുന്ന തിര, അതായത് ബുള്ളറ്റ് എന്ന് പറയുന്നത്, അതിന് റെസ്ട്രിക്ഷൻ ഇല്ല. അത് ഏറിയാൽ അത് കൂടെ അറിയാം ഒക്കെ അവർക്ക് ഇഷ്ടംപോലെ റൈഫിൾ വെക്കാം വീടുകളിൽ. ഇത് കിട്ടിയിരിക്കുന്നത് 3 കമ്മ്യൂണിറ്റി ഒന്ന് ഈ 1 ലക്ഷമുള്ള ഈ കൂർഗീസിന്. ഇനി ഇവരുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഇവർ മാർഷൽ ഹെറിറ്റേജ്, നിങ്ങൾക്കറിയാം, അതായത് ആയോജന കല, ഇതിലൊരു അതിവിദഗ്ധനാണ്. ഇവരുടെ ഫിസിക്ക് നോക്കണം, നല്ല ബോഡി, നല്ല ഹൈറ്റ്. അതായത് ഇവരെ അറിയപ്പെടുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഉണ്ട്, ടിപ്പു സുൽത്താനെ തോപ്പിച്ചവരാണ് ഇവർ. ഈ പറയുന്ന ലോക്കൽ സംഭവവും ഗണ്ണും ഒക്കെ വെച്ച് ഇവർ ഒളിപ്പോരാളികളാണ്. ഗറില്ല വാർഫെയറിൻ്റെ ഉസ്താദുമാരാണ് പണ്ട് മുതൽ. അല്ലെങ്കിൽ വലിയ പട്ടാളവും സൈന്യവും ബ്രിട്ടീഷുകാർക്ക് പോലും ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റാത്ത ടിപ്പു സുൽത്താനെ, അതായത് ടിപ്പു സുൽത്താൻ ഇവരെ വാർ നിങ്ങൾ നോക്കണം, മൈസൂർ ആംഗ്ലോ വാറും ഒക്കെ നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ രസകരമായി പഠിക്കേണ്ട സംഭവമാണ്. പിന്നെ മറ്റൊരു പോയിൻ്റുണ്ട്, ഇവർക്ക് പ്രത്യേകിച്ച് രാജാവൊന്നുമില്ല, ഇവർ തന്നെ രാജാവ്, ഇവർ ജമീന്ദാറാണ്.
ഇവർ തന്നെയാണ് ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്, ഫാമിംഗ് ഉണ്ട്, ഇവർ തന്നെയാണ് രാജാവ്. ഇവർ വേറൊരു രാജാവിനെ അംഗീകരിക്കുന്നില്ല. പണ്ടൊരു മൈസൂർ രാജാവുണ്ട് ഒരു പേരിന്, പക്ഷേ അയാളെ ഇവർ അംഗീകരിക്കുന്നില്ലായിരുന്നു. അടുത്ത പോയിന്റ്, ഈ ആംഗ്ലോ മൈസൂർ വാറുമായിട്ട് ബന്ധപ്പെട്ട് ടിപ്പു എല്ലാം പിടിച്ചടക്കിയിട്ട് ഈ കൂർഗിൽ കയറാൻ അയാൾക്ക് പറ്റിയില്ല. പല ആവർത്തി പല സ്ഥലവും പിടിക്കും, പക്ഷെ കൂർഗികൾ പോയിട്ട് തിരിച്ചു പിടിക്കും. അതവർ ഒളിപ്പോയ കാരണം ഈ ഗറില്ല വാർഫെയർ, അതേപോലെ മൗണ്ടൻ വാർഫെയർ, അതായത് മലകളിലുള്ള വാർഫെയറിൽ ഇവർ ഭയങ്കര പണ്ടുപോലെ എക്സ്പേർട്ടുകളാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കൂർഗ് പിടിക്കാൻ വേണ്ടിയാണ് ടിപ്പു സുൽത്താൻ വയനാട് സുൽത്താൻ ബത്തേരി വന്നത്. കാരണം അതുവഴി കയറാൻ പറ്റുന്നില്ല, എന്നാൽ ഇതുവഴി കയറാം. ഇതാണ് എൻ്റെ ചരിത്രം. ഈ സുൽത്താൻ ബത്തേരിയുടെ ചരിത്രം ഇതാണ്. അത് ടിപ്പുവിൻ്റെ കോട്ടയുടെ ബാറ്ററി എന്ന് പറയുന്ന സംഭവം, ഇതുവഴി കയറാൻ പറ്റുന്നില്ല, ശ്രീരംഗപട്ടണം വഴി ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, എന്നാൽ അതുവഴി വന്നിട്ട് ഇതുവഴി കയറാം. അതിനുവേണ്ടിയാണ് വന്ന് അതും പരാജയപ്പെടുത്തി. ടിപ്പുവിനെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഓടിച്ച് പരാജയപ്പെടുത്തിയ ഈ കൂർഗി വാർഫെയർ, അതായത് ഗറില്ല വാർഫെയർ, അതിൽ നമ്മൾ ഇവരെ നമിച്ചു കൊടുക്കണം. ദ വേ വാട്ട് ദേ ഡിഡ്, അതിഭയങ്കരമാണ് ഇവരുടെ വാർഫെയർ എന്ന് പറയുന്നത്. അതായത് വനത്തിലും മൗണ്ടനിലും എങ്ങനെയാണ് ടിപ്പു ചില റീജിയൻ പിടിക്കും, ഒരാഴ്ച കഴിയുമ്പോൾ അത് തിരിച്ചു പിടിക്കും. മറ്റൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് വാർഫെയറുമായിട്ട് ടിപ്പുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1000-ൽ പരം ഈ കൂർഗികളെ പിടിച്ചുകൊണ്ട് പോയി ടിപ്പു. എന്നിട്ട് അവിടെ ജയിലിലാക്കിയിട്ട് അവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. 5-ാമത്തെ ദിവസം ഈ കൂർഗി പോരാളികൾ അവിടെ പോയി ആ ജയിൽ പൊളിച്ചിട്ട് അവരെ മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ആലോചിച്ച് നോക്കി, ഇവരാരാണ്? ഞാനീ പറയുന്നത് ഇന്നത്തെ കാലമാണ്. അതിനുശേഷം ഇവർ ബ്രിട്ടീഷുകാരുമായിട്ടങ്ങ് യോജിച്ചു, ഭയങ്കര ബന്ധമായി. കാരണം ബ്രിട്ടീഷുകാർ ഇവരും മറാഠയും ഈ പറയുന്ന നൈസാം എല്ലാം കൂടെ ചേർന്നിട്ടാണ് ടിപ്പുവിനെ തോൽപ്പിക്കുന്നത്. ഇവർ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും അടുത്ത ആൾക്കാരായി. കാരണം ഇവരുടെ വാർഫെയറും ഇവരുടെ വീരശൂര പരാക്രമം, മാർഷൽ ഹെറിറ്റേജും എല്ലാം കണ്ടിട്ട് ബ്രിട്ടീഷുകാർ വീണു. എന്നിട്ട് ബ്രിട്ടീഷുകാർ ഇവരെ വെച്ചുണ്ടാക്കിയ ഒരു റെജിമെൻ്റ് ഉണ്ട്, കൂർഗ് റെജിമെൻറ്റ്. ഈ കൂർഗ് റെജിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഥകളും അതിഭയങ്കര സംഭവങ്ങളാണ് ഇന്ത്യയുടെ. അതിനുശേഷം ഈ ബ്രിട്ടീഷ് ആർമിയിൽ ഈ പറയുന്ന കൂർഗ് റെജിമെൻറ്റ് ബർമയിലും ഇറാഖിലും വേൾഡ് വാറും ഒക്കെ വാർ ചെയ്യാൻ പോയി. കാരണം പോരാളികളാണ്. അപ്പോൾ ഇവർ മൗണ്ടൻ്റെ അത് വളരെ വിദഗ്ധരാണ്. അപ്പം അതിനകത്ത് ഇവർക്ക് വെൽ ട്രെയിനിങ് ആയി കിട്ടി. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇവർ നല്ല അഡ്മിനിസ്ട്രേറ്ററുമാണ്. ഇവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, ലാംഗ്വേജ് കിട്ടി. ഈ 1 ലക്ഷം 1.5 ലക്ഷം പേര് പറയുന്ന സംഭവം ഇവരുടെ ലൈഫ് കംപ്ലീറ്റ് അങ്ങ് മാറി. ഇത് ഭയങ്കര. അപ്പം ഞാനിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കണേ, 2 പ്രഗത്ഭരായ ഇന്ത്യൻ സൈന്യത്തിൽ എന്നും പേര് കേട്ട 2 പ്രഗത്ഭരുണ്ട്. ഒന്ന് ജനറൽ കാര്യപ്പ, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ജനറൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. അയാൾക്ക് വേറെ പേരും കൊണ്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ആർമിയിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരനെ ഓഫീസറായിട്ട് വരുന്നത് ജനറൽ കാര്യപ്പയാണ്. ആലോചിച്ച് നോക്കുക. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു ആ മനുഷ്യൻ? അതിനുശേഷം ഉണ്ടായ സംഭവമാണ് ജനറൽ തിമ്മയ്യ. ഇവരും യാതൊരു ബന്ധവുമില്ല. ജനറൽ തിമ്മയ്യ എങ്ങനെയാണ് കാര്യപ്പയും തിമ്മയ്യയും കൂടെ 1947 വാറിൽ, അതായത് പാകിസ്ഥാൻ ആർമി, നിങ്ങൾ അന്ന് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ആർമിയിൽ ഏറ്റവും നല്ല ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് മുഴുവനും പോയത് പാകിസ്ഥാനിലാണ്, ആ ഡിവിഷനിൽ. അപ്പോൾ ആ പാകിസ്ഥാൻ ആർമി കാശ്മീർ ട്രൈബൽസിൻ്റെ സിവിലിയൻ വേഷവും ഇട്ടിട്ട് കാശ്മീർ പിടിക്കാൻ വന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ കേട്ട 1947 വാറാണ്. ഈ വാറിനെ എങ്ങനെയാണ് ജനറൽ തിമ്മയ്യയും, കാരണം ജനറൽ തിമ്മയ്യയുടെ ഒരു ഫോഴ്സ് ഉണ്ട്, അത് കാരണം അദ്ദേഹത്തിൻ്റെ കമാൻഡറായിരുന്നു 19 ഇൻഫൻട്രി ബറ്റാലിയൻ. ഇവരെങ്ങനെയാണ് ഈ പറയുന്ന കാശ്മീർ ഈ വന്ന പാകിസ്ഥാൻ പട്ടാളത്തെ എങ്ങനെയാണ് തോൽപ്പിച്ചത്? അതിൻ്റെ മനോഹരമായ ചരിത്രം കൂടെ നിങ്ങൾ കേൾക്കണം. അതായത് 1947 ഈ സംഭവം വരുമ്പോൾ ബ്രിട്ടീഷുമായിട്ടുള്ള ട്രാൻസിഷൻ ടൈമാണ്. അന്ന് ജനറൽ കാര്യപ്പെ, അതായത് ഡെസിഗ്നേറ്റഡ് ആർമി ചീഫായിട്ട്
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടു. ആദ്യം നെഹ്റു പറഞ്ഞിരുന്നു ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന ആദ്യം കുറച്ചാണ് ബ്രിട്ടീഷുകാർ ജനറലായിട്ടിരിക്കട്ടെ. പക്ഷേ ഇന്ത്യൻ ആർമിയിലുള്ള പല ഓഫീസേഴ്സും പറഞ്ഞു പറ്റില്ല, ജനറൽ കാര്യപ്പ തന്നെ ഈ സ്ഥാനത്ത് പറഞ്ഞു. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും പറഞ്ഞു ജനറൽ കാര്യപ്പ വരുന്നതാണെന്ന്. അല്ലെങ്കിലാണ് ജനറൽ കാര്യപ്പ ഡെസിഗ്നേറ്റഡ് ആർമി ചീഫായിട്ട് വരുന്നത്. ഈ സന്ദർഭത്തിലാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവിടുത്തെ പട്ടാളം കൂടി തീരുമാനിക്കുന്നത് കാശ്മീർ പിടിക്കാൻ വേണ്ടി. അതായത് മനസ്സിലാക്കുക, ശ്രീനഗറിൽ നിന്ന് 56 കിലോമീറ്റർ ബാരമുള്ളയിൽ വരെ ഈ ഫോഴ്സ് എത്തി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജനറൽ കാര്യപ്പ ചെയ്ത പരിപാടി. അതായത് വേറെ സീനിയർ ലെഫ്റ്റനൻറ്റ് ജനറലായിരുന്ന ജനറൽ തിമ്മയ്യയ്ക്ക് ഇതിൻ്റെ ചാർജ് കൊടുക്കുകയാണ്. അന്ന് നിങ്ങൾ ആലോചിക്കുക എങ്ങനെയാണ് ഇത് പിടിച്ചത്. ആദ്യം ഈ സമയത്ത് ഹരി സിംഗ് എന്ന് പറഞ്ഞ രാജാവ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടാണ് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീനഗർ പിടിക്കും. പെട്ടെന്ന് എയർക്രാഫ്റ്റിലെ 2 ബ്രിഗേഡിയറുടെ നേതൃത്വത്തിൽ അവിടെ പോകുന്നു. ശ്രീനഗർ മുഴുവനും വളയുന്നു, കാരണം അവരെ കയറാതിരിക്കാൻ. അപ്പോഴാണ് തിമ്മയ്യയ്ക്ക് ചാർജ് കൊടുക്കുന്നത്. അദ്ദേഹം പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കൂർഗ് റെജിമെൻറ്റിൽ നിന്നും പട്ടാളക്കാരെ മുഴുവനും എടുക്കുന്ന 19 ഇൻഫൻട്രി ബറ്റാലിയൻ അതിനെ ചാർജ് കൊടുക്കുകയാണ്. അതായത് കൂർഗീസിനറിയാം മൗണ്ടനിൽ എങ്ങനെ വാർ ചെയ്യണം. ഇതായിരുന്നു ലൈറ്റ് ഇൻഫൻട്രിയേക്കാളുപരി മീഡിയം ലൈറ്റ് ടാങ്ക് സ്റ്റുവേർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ബ്രിട്ടീഷിൻ്റെ സാധനമാണ്. കാരണം തിമ്മയ്യ നേരിട്ടാണ് ഈ വാറിൽ പങ്കെടുക്കുന്നത്. നിങ്ങളീ പറയുന്ന ലേ ലഡാക്കിലായി, അത് ഷൊജാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അതാണ് ഒരു സ്ട്രാറ്റജിക് പ്ലേസ്. ആ ഭാഗത്ത് ബാറമുല്ല ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ആ മലമുകളിൽ സ്റ്റുവേർട്ട് മീഡിയം ടാങ്കുകൾ കയറ്റു. അത് ദുഷ്കരമായൊരു സംഭവമാണ്. ഏറ്റവും മോശമായ ക്ലൈമറ്റ്, മലകൾ, അതിൻ്റെ മുകളിൽ കയറാൻ പാടാണ്. പക്ഷേ ഇദ്ദേഹം അത് മുഴുവനും ഏറ്റെടുത്തിട്ട്, തിമ്മയ്യ മുഴുവനത് ഏറ്റെടുത്തിട്ട് ഈ ടാങ്കുകൾ ഏകദേശം 58-59 ടാങ്കുകൾ ഈ മലയുടെ മുകളിൽ മുഴുവനും ഏർപ്പെട്ടത് കൂർഗി എന്നുള്ള വാരിയേഴ്സ് ആയിരുന്നു. അതായത് കൂർഗികളായിട്ടുള്ള 19th മീഡിയം ഇൻഫൻട്രി ബറ്റാലിയൻ എന്നുള്ളവർക്കാണ് ഇതിൻ്റെ ചാർജ് കൊടുത്തത്. മുൻപന്തിയിൽ, അത് വാറിൻ്റെ ഫേസ് ടു ഫേസ് ആണ് ജനറൽ തിമ്മയ്യ ഈ വാറിൽ പങ്കെടുക്കുന്നത്. ഈ സംഭവം മുഴുവനും ഇതിൻ്റെ അകത്ത് ഇത് മുകളിൽ കയറ്റി. ഈ മലകളുടെ മുകളിൽ ഏറ്റവും മുകളിൽ, കാരണം ഐസ് വെതർ, ആ മലയുടെ ഏറ്റവും മുകളിൽ ഈ സാധനത്തെ കയറ്റി ഒരു സുപ്രഭാതത്തിൽ, അത് 2 ദിവസം എടുത്തിട്ടുള്ളൂ, ആരോടും പറയാതെ ചെയ്ത സംഭവമാണ് ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് വന്ന പട്ടാളക്കാർ. അതായത് പണ്ട് ഇന്ത്യ മുക്തിവാഹിനി പോലെ പോയി ഇതേപോലെയുള്ള അവരെ അവിടെ വെച്ച് ഫയർ ചെയ്യുക. സ്ട്രാറ്റജിക് പ്ലേസ് ആണ്. അതിൽ ഏകദേശം 3-4 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തെ തീർത്ത് കളഞ്ഞു. എന്നിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ കയ്യിൽ നിന്നും പോയ ഈ കാശ്മീർ വാലി മുഴുവനും പിടിച്ചെടുക്കുന്നത് ഈ പറയുന്ന കൂർഗിയായ ജനറൽ തിമ്മയ്യ നേരിട്ടാണ് വാറിൽ പങ്കെടുക്കുന്നത്. ഇതിന് മേൽനോട്ടം വഹിച്ച ജനറൽ കാര്യപ്പ. അപ്പം എങ്ങനെയാണ് ഇവരുടെ വാർഫെയർ എന്ന സംഭവമാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. വീണ്ടും ഇതിനെപ്പറ്റി കൂടുതൽ ഓരോന്നായിട്ട് കൂർഗികളെ പറ്റിയുള്ള പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇവർ എത്രമാത്രം രാജ്യസ്നേഹികളായിരുന്നു. അതേപോലെ ബ്രിട്ടീഷുകാർക്ക് പോയ സമയത്ത് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു ഗൂർഖ റെജിമെൻറ്റിനെ പോലെ അവർക്ക് ഇവരെ ലണ്ടനിൽ കൊണ്ടുപോകണമെന്ന്. പക്ഷേ ഇവിടെയുള്ള കൂർഗികൾ പറഞ്ഞു അവർ ഇന്ത്യക്കാരാണ്, അവർ ഇന്ത്യയുടെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ പട്ടാളമായിട്ട്. അതിൻ്റെ പേരിൽ അവർ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് അവർ തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ്റിനോട് കൂർഗ് റെജിമെൻറ്റ് പിരിച്ചുവിടണം. എന്നിട്ട് ഇവിടെയുള്ള പട്ടാളക്കാർ മുഴുവനും ഇവിടുത്തെ പല പട്ടാളങ്ങളിൽ സേവനം അനുഷ്ഠിക്കും. കാരണം ഒരു പ്രത്യേക റീജിയനിൽ, കാരണം ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുള്ള റെജിമെൻ്റായിട്ട് മാറി. അത്രമാത്രം രാജ്യസ്നേഹികൾ. ഏകദേശം 20-ൽ പരം ആർമിയുടെ ലെഫ്റ്റനൻറ്റ് ജനറൽ, അതേപോലെ തന്നെ എയർഫോഴ്സിൻ്റെ എയർ മാർഷൽ, അതേപോലെ നേവിയുടെ സീനിയർ ഓഫീസ്, ഞാൻ പറയുന്നത് ലെഫ്റ്റനൻറ്റ് ജനറൽ, അതേപോലെ എയർ മാർഷൽ, നേവിയുടെ സീനിയർ പോസ്റ്റ്, ആ രീതിയിലുള്ള റാങ്കുകൾ ഉണ്ടായിരുന്ന 20ഓളം പേരുകൾ, 20-ൽ പരം പേര് 1,00,000 പേരുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായി. ആലോചിച്ച് നോക്കുക, 1,00,000 പേരുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ജില്ല, ഒരു മുനിസിപ്പാലിറ്റി എടുക്കുക, കൊല്ലം, അതിന് 1,81,000 പേരാണ് അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ 1,00,000 പേരിൽ നിന്നും ഇത്രമാത്രം പേര് ആർമിയുടെ സീനിയർ ഓഫീസർ തലത്തിലോട്ട് പോകുന്നു. നിങ്ങൾ കൂർഗിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു വീടുകളിൽ നിന്ന് മിനിമം ഒരാൾ അല്ലെങ്കിൽ 2 പേര് ഇന്ത്യൻ ആംഡ് ഫോഴ്സിലുണ്ട്. അത്രമാത്രം രാജ്യസ്നേഹമാണ് ഇവർക്ക്.
അതായത് അവർ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പട്ടാളത്തെ ട്രാൻസ്ഫോം ചെയ്ത ഒഫീഷ്യൽസ് കൂടിയാണ് കൂർഗീസ്. ഈ കൂർഗീസിൻ്റെ രണ്ടാം ഭാഗം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.